കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് യഹോവയുടെ ഉത്സവങ്ങൾ എന്നൊരു വിഷയമാണ്. ദ അപ്പോയിന്റഡ് ഫീസ്റ്റ്സ് ഓഫ് ദ ലോർഡ്. കർത്താവ് ഇസ്രായേൽ ജനത്തിന് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന 7 ഉത്സവങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. അത് നമുക്ക് തീർച്ചയായിട്ടും അവരോടുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് പഠിക്കുവാനും അതിലെന്തുമാത്രം അവരെ ഉറപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതും ഒക്കെ ആ ഒരു ഉത്സവങ്ങളെ കണ്ടു കഴിയുമ്പോൾ, പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നത് മുതൽ കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി ലോകത്തിൽ വന്ന് അവരോടൊപ്പം രാജ്യം സ്ഥാപിച്ച് വാഴുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഈ 7 പെരുന്നാളുകളിൽ കൂടി അവരെ പഠിപ്പിക്കുന്നത്, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് 7 പെരുന്നാളുകളാണ്. 1 പെസഹ, 2 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, 3 ആദ്യ ഫലക്കാറ്റയുടെ പെരുന്നാൾ, അത് കഴിഞ്ഞിട്ട് പെന്തക്കോസ്ത് പെരുന്നാൾ, അതിൻ്റെ ശേഷം കാഹള പെരുന്നാൾ, മഹാപാപ പരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ. ഇങ്ങനെ 7 പെരുന്നാളുകൾ ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുക. ഇതൊന്നും അവർക്ക് ഓപ്ഷണൽ ആയിരുന്നില്ല. ദ അപ്പോയിന്റഡ് ഫീസ്റ്റ് ഓഫ് ദ ലോർഡ് എന്നാണ് പറയുന്നത്. അതായത് ദൈവം അവർ കർശനമായിട്ട് പാലിക്കുവാൻ കൽപ്പന കൊടുത്തിരുന്ന 7 പെരുന്നാളുകളാണിത്. ആ പെരുന്നാളുകളുടെ ഇമ്പോർട്ടൻസ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഈ തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിൽ വളരെ സഹായകരവും അനുഗ്രഹവുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പെരുന്നാളുകൾ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതും വളരെ കർശനമായിട്ട് പാലിക്കേണ്ടതും ആയിരുന്നു എന്ന് നാം പ്രത്യേകം ഓർക്കുക. ഇതിൻ്റെ എല്ലാം പർപ്പസ് ദൈവം അവർക്ക് മായിട്ട് കൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ദൈവിക പദ്ധതി അവർക്ക് ബോധ്യം ഉണ്ടാവുകയും ഭാവിയിൽ ദൈവം അവരോടൊത്ത് വാഴുവാൻ പോകുന്ന ആ സ്വർഗരാജ്യത്തെക്കുറിച്ച് അവർ നോക്കി പാർക്കുവാൻ വേണ്ടി ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അത് യെരുശലേമിലും ഇസ്രായേലിലും മാത്രം താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല, ഉലകം മുഴുവനും ചിതറിപ്പാർക്കുന്ന യഹൂദജനം. അവരെന്താ ചിതറിപ്പോകാൻ കാര്യം? മോശയിക കൽപ്പനകൾ അനുസരിക്കാത്തത് കാരണം ദൈവം അവരെ ചിതറിച്ചിരിക്കുക. അവർ ചിതറിപ്പോയെങ്കിലും വൺസ് ആൻഡ് ഫോർ ഓൾ ദൈവം അവരെ അങ്ങ് വിട്ടുകളഞ്ഞിട്ടില്ല. അവരാ ചിതറിപ്പോയ ദേശത്ത് നിന്ന് ദൈവം അവരെ കൂട്ടിച്ചേർക്കും. അപ്പോൾ തന്നെ അവര് വർഷത്തിൽ 3 പ്രാവശ്യം അവരുടെ ആസ്ഥാനമായി യെരുശലേമിൽ തിരിച്ചെത്തണം. ദൈവം രാജ്യം സ്ഥാപിക്കാൻ പോകുന്നത് യെരുശലേം കേന്ദ്രമാക്കിയിട്ടാണ്. അവർ അങ്ങ് അമേരിക്ക മുതൽ ന്യൂസിലാൻഡ് വരെ ചിതറിക്കിടക്കുകയാണെങ്കിലും അവിടുന്ന് എല്ലാ വർഷവും അവർ യെരുശലേമിൽ ആണ്ടിൽ 3 പ്രാവശ്യം ഇവിടെ എത്തി അവരിൽ 20 വയസ്സിന് മേലോട്ടുള്ള പുരുഷ പ്രജയെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവരെല്ലാം ഇവിടെ തിരിച്ചെത്തണമെന്നാണ് ദൈവിക കൽപ്പന, നിയമം. എന്നാൽ എല്ലാവരും വരാറില്ല, എല്ലാ വർഷവും വരാറില്ല. മിക്ക വർഷങ്ങളിലും എല്ലാവരും വരാനായിട്ട് ഉത്സാഹിക്കാറുണ്ട്. അത് അവരോട് ദൈവം കൊടുത്തിരിക്കുന്ന ദൈവിക നിയമവും ദൈവിക കൽപ്പനയുമാണ്. ഇതിലെ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടനുബന്ധിച്ച്, കർത്താവിൻ്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ചുള്ളതാണ് ആദ്യത്തെ 3 പെരുന്നാൾ. അതായത് പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യ ഫലക്കാറ്റയുടെ പെരുന്നാൾ. ഈ 3 പെരുന്നാളും തലേദിവസവും പിറ്റേ ദിവസവുമായിട്ട് ആണ്ടിൻ്റെ ആരംഭത്തിൽ നടക്കും. അതിൻ്റെ അവസാനത്തിൽ ഏകദേശം ഓട്ടം സമ്മർ സീസൺ ആകുമ്പോഴത്തേനും നടക്കേണ്ടുന്ന അടുത്ത 3 പെരുന്നാളുകളാണ് കാഹള പെരുന്നാൾ, അതുപോലെ തന്നെ മഹാപാപ പരിഹാര പെരുന്നാൾ, അതുപോലെ കൂടാര പെരുന്നാൾ. അത് കർത്താവിൻ്റെ മടങ്ങിവരവുമായിട്ട് ബന്ധപ്പെട്ട 3 പെരുന്നാളുകളാണ്. ആദ്യത്തെ 3 കർത്താവിൻ്റെ ക്രൂശീകരണത്തോടും അവസാനത്തെ 3 കർത്താവിൻ്റെ മടങ്ങിവരവിനോടും ബന്ധപ്പെട്ടുള്ള 3 പെരുന്നാളുകളാണ്. ഇതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിനെ ലോകത്തിൽ അയക്കുന്ന ഒരു പെരുന്നാളുണ്ട്. അതാണ് പെന്തക്കോസ്ത് പെരുന്നാൾ അല്ലെങ്കിൽ വാരോത്സവം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് 7 പെരുന്നാളുകൾ ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലെ ആദ്യത്തെ 3 റിഡംഷനെ, അവരുടെ ആ ഒരു വീണ്ടെടുപ്പിനെ കാണിക്കുന്നതായിട്ട്, അവസാനത്തെ 3 എന്ന് പറയുന്നത് കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിനെയും, നടുവിലുള്ള ഒരു പെരുന്നാൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ച് അവരെ ശക്തീകരിക്കുന്നതും, അവർ എനിക്ക് ഒരു പ്രത്യേക സമ്പത്തായിരിക്കും, അവരൊരു പെക്യൂലിയർ ട്രഷറായിരിക്കും, അവരെനിക്കൊരു രാജകീയ പുരോഹിത വർഗമായിരിക്കും, ലോകത്തിൻ്റെ പുരോഹിതന്മാരായിരിക്കും, അവരിൽ കൂടി രക്ഷ ലോകജാതികൾക്ക് മുഴുവനും ലഭിക്കണം, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സിൻ്റെ ചാനൽ അവരായിരിക്കണം, അവരിൽ കൂടി സകല ജാതികളും സകല വംശവും ഉലകത്തിലുള്ള സകല ജനവും അനുഗ്രഹിക്കപ്പെടും. ഇതായിരുന്നു ദൈവിക പദ്ധതി. അതിനുവേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന 7 ഉത്സവങ്ങളാണ് ഞാൻ പറഞ്ഞ ഈ 7 ഉത്സവങ്ങൾ. ഇതിനു വേണ്ടിയിട്ട് ഇവർ യെരുശലേമിലെത്തണം. സങ്കീർത്തനങ്ങൾ 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ആരോഹണ ഗീതങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ആരോഹണ ഗീതങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു യെരുശലേം എന്ന് പറയുന്നൊരു മലയാണ്. ആ മലയിലേക്ക് അവർ കയറി വരുമ്പോൾ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളും ആദ്യ ഫലവും ഒക്കെ ആയിട്ട് വേണം അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഇവിടെ വരാനായിട്ട്.
ആ വരുമ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ആർത്തുല്ലസിച്ച് പാടി സന്തോഷിച്ച് വരുന്ന ഗീതങ്ങളാണ് ഈ 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ, ആരോഹണ ഗീതങ്ങൾ എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. ഈ സങ്കീർത്തനങ്ങളെല്ലാം അതിൻ്റെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കർശനമായിട്ട് ദൈവം കൊടുത്തിരുന്ന നിയമങ്ങളാണ്. ഇത് പറഞ്ഞിരിക്കുന്ന ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലാണ്. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ മോശെ മുഖാന്തരം കൽപ്പിച്ചു കൊടുത്തിരിക്കുക. അതിൻ്റെ 1-2 വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, ലോകത്തിലുള്ള എല്ലാ ജനത്തിനോടുമല്ല, നമ്മളോട് എല്ലാവരോടും അല്ല, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, എൻ്റെ ഉത്സവങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങൾ ആവിത് എന്ന് പറഞ്ഞിട്ട് ഈ 7 ഉത്സവങ്ങളെക്കുറിച്ചും അവിടെ വിവരിച്ചിരിക്കുക. ഇവിടെ ചില വാക്യങ്ങൾ പെട്ടെന്നൊന്ന് കാണിച്ച് ഈ വിഷയം ഒന്ന് ഉറപ്പിച്ച് ഞാൻ മുന്നോട്ട് പോകാം. ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി 16:16 അവിടെ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവൻ്റെ സന്നിധിയിൽ വരേണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. ആവർത്തന പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ അവരോട് പറയുകയാണ്, ആണ്ടിൽ 3 പ്രാവശ്യം. ഇതാ ഞാൻ പറഞ്ഞത്, ഈ 7 പെരുന്നാളുകൾ 3 ബാച്ചായിട്ടാണ് ഇവരൊരു വർഷം ഇതിനെ ആചരിക്കുന്നത്. ആദ്യത്തെ ബാച്ചിൽ 3 അവസാനത്തെ ബാച്ചിൽ 3 ഇടയ്ക്ക് 1. ഇങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് ഇവർ ഇത് ആചരിക്കേണ്ടത്. അതാണ് ഈ വാക്യത്തിൽ പറയുന്നത്. അതായത് ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലും, ആദ്യത്തെ 3 അവരുടെ ഇടയിൽ ജനറലി അറിയപ്പെടുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളെന്നാണ്. പക്ഷേ അത് പെസഹ, പുളിപ്പില്ലാത്ത അപ്പം, ആദ്യ ഫലക്കറ്റ, ഇത് 3 കൂടെ ചേരുന്നതാണ്. അതുപോലെ തന്നെ നടുവിലത്തേത് വാരോത്സവം, അതാണ് പെന്തക്കോസ്ത് പെരുന്നാൾ, വാരങ്ങളുടെ ആഴ്ചകളുടെ ഉത്സവം. 7, 49 ദിവസം കഴിഞ്ഞ് 50-ാമത്തെ ദിവസം, അതിനെയാണ് വാരോത്സവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ കൂടാര പെരുന്നാൾ, അതായത് ആ ലാസ്റ്റ് സെറ്റ് ഉണ്ടല്ലോ, കാഹള പെരുന്നാൾ, മഹാപാപ പരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ, ഇതിനെ 3-നെയും കൂടെ അവരുടെ ഇടയിൽ അറിയപ്പെടുന്നത് കൂടാര പെരുന്നാൾ എന്നാണ്. അതാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവൻ്റെ സന്നിധിയിൽ വരേണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. ഇതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പന. ഒരു വാക്യം കൂടെ വേറൊരു ഭാഗത്തു നിന്ന് വായിച്ച് കൽപ്പിക്കട്ടെ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 23, 24 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, സംവത്സരത്തിൽ 3 പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയായ കർത്താവിൻ്റെ മുമ്പാകെ വരേണം. ഇത് ദൈവിക കൽപ്പനയാണ്. 24, ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കുകയില്ല. ദൈവം കൊടുക്കുന്ന ഒരു വലിയ ആഷുറൻസ് ആണ്, ഒരു അവരുടെ കുടുംബം സുരക്ഷിതമായിരിക്കും, നിങ്ങളെ ഞാൻ കാക്കും എന്നുള്ളൊരു ദൈവത്തിൻ്റെ ഒരു അഷുറൻസ് ഇവിടെ. അതായത് ഇവർക്ക് 20 വയസ്സിന് മേൽപോട്ടുള്ള പുരുഷ പ്രജയെല്ലാം യെരൂശലേമിലേക്ക് കയറി പോവുകയും ഈ ഉത്സവത്തിനായിട്ട് അവർ അവിടെ കൂടുകയും ചെയ്യണം. ആ സമയത്ത് ഇവരുടെ ഭവനത്തിൽ ആരും ആണുങ്ങളില്ല, എല്ലാവരും അവിടെ ചെന്നിരിക്കുക. ആ സമയത്ത് ശത്രു രാജ്യങ്ങൾക്ക് ഇവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇവരുടെ ചുറ്റും കിടക്കുന്നത് മുഴുവൻ ശത്രു രാജ്യങ്ങൾ, അവർ തക്കം പാർത്തിരിക്കുക. അതുണ്ടാകത്തില്ല, അവരെ ഞാൻ ഓടിച്ചു കളയുമെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ വായിച്ചു കണ്ടു, നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറി പോകുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കുകയില്ല. ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് അതിനെ പരിപാലിക്കുമെന്ന് പറയുക. ഇവരെ അത്രമാത്രം ദൈവം കരുതിയിരുന്നു. എന്നാൽ ഇതിനെതിരായിട്ടാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതി അവിടെ നടന്ന സംഭവം. അടുത്ത ജാതീയ ദേശങ്ങളിൽ നിന്ന് അവർ കയറുകയും അവരെ അറ്റാക്ക് ചെയ്യുകയും അവരെ ഉപദ്രവിക്കുകയും അവരുടെ ദേശത്ത് ഭയങ്കര അറ്റാക്ക് നടക്കുകയും ചെയ്തു. ഈ വാക്യത്തിൻ്റെ അനുസരിച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെ കരുണ അവിടെ ഉണ്ടായിരിക്കണം, ദൈവം അവരെ കരുതണം. ദൈവം അവരെ കരുതുന്നു എന്നുള്ളത് വാസ്തവമായിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു അടിപ്പട സത്യം മറന്നു പോകരുത്. ഇത് കർത്താവിൻ്റെ കൃപായുഗമാണ്.
ഇത് യഹൂദനെ മാത്രം യഥാസ്ഥാനപ്പെടുത്തി അവരുടെ വാഗ്ദത്ത പദ്ധതികളും അവർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനകളും നിവർത്തീകരിക്കുന്ന ഒരു കാലഘട്ടമല്ല. ഇതൊരു ഗ്രേസ് പീരീഡ്, ഇത് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടം തീരും റാപ്ചറോടുകൂടി. അതിനുശേഷം ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. ഈ പറയുന്ന വാക്യങ്ങളും ഈ ഉത്സവങ്ങളും ദൈവം അവരോട് ചെയ്തിട്ടുള്ള കൽപ്പനകളും ഒക്കെ വീണ്ടും റീസ്റ്റോർ ആകുന്ന, റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം ആരംഭിക്കും. അന്ന് വീണ്ടും ഇതിനെല്ലാം പ്രാധാന്യവും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവം കീപ്പപ്പ് ചെയ്യും. ഇപ്പം കണ്ടില്ലേ, അവരുടെ ഇടയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതി യോം കിപ്പൂർ എന്ന് പറയുന്നത് ഈ മഹാപാപ പരിഹാര പെരുന്നാളാണ്. കൂടാര പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത പെരുന്നാളാണ് യോം കിപ്പൂർ, അല്ലെന്നുണ്ടെങ്കിൽ മഹാപാപ പരിഹാര പെരുന്നാൾ. അത് നടക്കുമ്പോഴാണ് ഇവരുടെ അയൽവക്കത്തുള്ള രാജ്യക്കാർ അവിടെ കയറി അവരെ അറ്റാക്ക് ചെയ്യുന്നത്. അതിൻ്റെ അനന്തര ഫലങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല. അവിടെ അവർ കയറി അറ്റാക്ക് ചെയ്തത് കണ്ടില്ലേ, ഈ വാക്യത്തിന് എതിരാണ്. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ കാക്കും. ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഈ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറി പോകുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കയില്ല. തീർച്ചയായിട്ടും ദൈവവചനത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്, ദൈവം അത് കീപ്പപ്പ് ചെയ്യും. പക്ഷെ സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൃപായുഗമാണ്. അവരോടുള്ള കൽപ്പനകൾ പാലിക്കുന്ന സമയമല്ല. അവരെ ദൈവം കൈവിട്ട് കളഞ്ഞിരിക്കുന്ന കാലഘട്ടമായത്. നാം ഇവിടുന്ന് പോയതിന് ശേഷം അവരെ റീഇൻസ്റ്റോർ ചെയ്യും. അന്ന് ഈ വാക്യം പ്രാബല്യത്തിൽ വരും. ഇന്ന് നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇവരിവിടെ കൂടിയിരിക്കുന്നതന്നെ കണ്ടില്ലയോ, ദൈവത്തിൻ്റെ സന്നിധിയിൽ യോം കിപ്പൂർ ആചരിക്കാനാണോ അവർ കൂടിയിരിക്കുന്നത്? അതാണോ തായ്ലാൻഡ് നൃത്തവും നൈറ്റ് ക്ലബ്ബുകളും നൈറ്റ് ഡാൻസും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നത്? അതിലല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവം ഇവരോട് പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാർ ഒത്തുവസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുന്നു. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം അവൻ തിന്നും. നിനക്ക് നന്മ വരും. അവര് ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ യെരുശലേമിൽ വന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് ഇത്. ഇവിടെ നടക്കുന്നമാരുള്ള നിശാ ക്ലബ്ബുകളും അല്ലെന്നുണ്ടെങ്കിൽ തായ് ഡാൻസുകളും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്നല്ല ഈ പറയുന്നത്. നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു വലിയ കാര്യമാണ്. ഇതൊരു കറക്റ്റ് എക്സാമ്പിളാണ്. കാര്യം ദൈവം പറഞ്ഞിരിക്കുന്ന ആവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലൊക്കെ ദൈവം അവർക്ക് ആഷ്വേർഡായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പ്രോബ്ലം, ഒരു പദ്ധതിക്കാണ് ഈ തുരങ്കം വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുതലുണ്ടാകും, ഞാൻ നിങ്ങളെ പരിപാലിക്കും, ഒരു ജാതിയെന്ന് നിന്റെ ദേശത്ത് മോഹിക്കുകയില്ല എന്ന് പറഞ്ഞിടത്താണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് അത് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടം അല്ല ഈ കാലഘട്ടം. ഹല്ലേലൂയ. ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് മനസ്സിലാക്കുവാൻ ദൈവം ഹൃദയം തുറക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ 7 പെരുന്നാളുകളാണ് നമ്മുടെ വിഷയം. പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ. ഈ 3 പെരുന്നാളുകളും കൂടി കർത്താവിൻ്റെ ആ കാൽവറി യാഗത്തോടു കൂടി നിവർത്തിയാകുക. പെസഹ എന്ന് പറയുന്ന പെരുന്നാൾ, ഈ 7 പെരുന്നാളുകളെ ഞാൻ ഒന്ന് ഔട്ട്ലൈൻ മാത്രം പറഞ്ഞുവിടാം, അധികം സമയം എടുക്കത്തില്ല. നിങ്ങൾക്ക് ഇത് മാത്രമേ പറയുന്നുള്ള കാര്യം ഇത് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത് മിസ്രൈമിലെ സംഹാര ദൂതനിൽ നിന്നും അവർ രക്ഷിക്കപ്പെട്ടതിൻ്റെയും ഒരു കുഞ്ഞാടിൻ്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തളിക്കപ്പെട്ട് സംഹാരകൻ അവരെ കാണുവാൻ ഇടയായി തീരാതെ ആ രക്തം തളിച്ചിരിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ സംഹാരകൻ അവരെ വിട്ടുപോകുന്നതും അവർ മിസ്രൈമിൽ നിന്നും അവർക്ക് വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന കനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഉത്സവമാണ്. അത് നിങ്ങളുടെ സന്തതി പരമ്പരയായിട്ട് നിങ്ങളതിനെ പാലിക്കണമെന്ന് പറയുക. അത് ആക്ച്വലി ഒരു നിഴലായിരുന്നു. അതിൻ്റെ പൊരുളാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തരുന്നതും സംഹാരകൻ അതോടുകൂടി അവരെ വിട്ടു പോകുന്നതുമാണ്. ആക്ച്വലി ഈ കട്ടളപ്പടി എന്ന് പറയുന്നത് കട്ടളപ്പടിയാണ്. കുറുമ്പടി ഈ ലോങ് പോസ്റ്റാണ്. കുറുമ്പടി എന്ന് പറയുന്ന മേലത്തെ പോസ്റ്റാണ്. അതേലും ഈ കട്ടളപ്പടി മേലും കുറുമ്പടി മേലും കട്ടളപ്പടി മേലും ആ രക്തം തളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടളപ്പടിയിലെ രക്തം എന്ന് പറയുന്നത് കർത്താവിൻ്റെ തലയിൽ അടിക്കുന്ന ആണിയും ആ മുൾക്കിരീടവുമാണ് ആ രക്തം എന്ന് പറയുന്നത്. ഈ സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൈകൾ രണ്ടും ക്രൂശിച്ചിരിക്കുന്നതാണ്. ഈ രക്തം ഒഴുകി താഴെ ആ ഒരു ഡോറിൻ്റെ ആ ഒരു എന്താ പറയുന്ന ഒരു ത്രഷോൾഡ് പോസ്റ്റ് ഉണ്ട്. അതിൽ വന്നിട്ട് ആ ബ്ലഡ് നിറയെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടളപ്പടിയും കുറുമ്പടിയും ഒരു പെർഫെക്റ്റ് ക്രൂശ് അവിടെ തീരുന്നത്. കർത്താവിൻ്റെ കാൽവറി യാഗത്തെയാണ് ആ കട്ടളപ്പടിയിലും കുറുമ്പടിമേലുള്ള രക്തം കാണിക്കുന്നത്. ഇത് നിവർത്തിയാകുന്നത് കർത്താവിൻ്റെ കാൽവറി യാഗത്തിലൂടെ. അതിനെ അവർ ആചരിക്കുവാനായിട്ട് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നിറവേറുമ്പോൾ അവർ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് രണ്ടാമത്തെ പെരുന്നാൾ എന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ.
പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ക്രൂശിൽ മരിക്കുന്നതോടുകൂടി അവരുടെ ഇടയിൽ നിന്നുള്ള പാപം നീങ്ങിപ്പോവുകയാണ്. അതായത് ഉലകത്തിൻ്റെ മുഴുവനും പാപം, സകല മാനവരാശിയുടെയും പാപത്തിന് അതോടുകൂടി പരിഹാരമുണ്ടാകുക, പുളിപ്പ് നീങ്ങിപ്പോവുക. പുളിപ്പെന്ന് പറയുന്നത് പാപമാണ്. അവരുടെ ഇടയിൽ പിന്നെ പുളിപ്പുണ്ടാകുവാൻ പാടില്ല, പുളിപ്പ് നീങ്ങിപ്പോകണം. ഇവർ ഇത് ആചരിക്കുമ്പോൾ ഇവരുടെ ഭവനങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുളിച്ച ഒരു വസ്തുവും ഉണ്ടാകാൻ പാടില്ല, അതിനെ നീക്കിക്കളയണം. എല്ലാം അടിച്ചുവാരി പുളിപ്പ് ക്ലിയർ ചെയ്യുന്ന ഒരു വലിയ പെരുന്നാൾ, 7 ദിവസത്തെ പെരുന്നാളാണ് ഇത്. ആ പുളിപ്പെന്ന് പറയുന്നത് പാപം കർത്താവിൻ്റെ കാൽവറി യാഗത്തോടുകൂടി അവരിൽ നിന്ന് നീങ്ങിപ്പോയിരിക്കുന്നു എന്ന് ഡിക്ലെയർ ചെയ്യുന്നതിന് തുല്യമാണ്. അതിനുവേണ്ടി ദൈവം കൊടുത്തിരുന്നൊരു പെരുന്നാളാണ് ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ. അതായത് ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അതോട് ചേർന്ന് വരുന്നതാണ് ഈ ആദ്യ ഫലക്കറ്റ എന്ന് പറയുന്നത്. ഈ ആദ്യ ഫലക്കറ്റ ആക്ച്വലി കാണിക്കുന്നത് കർത്താവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പാണ്. ഈ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മരണമാണ്, കർത്താവിൻ്റെ അടക്കത്തെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആദ്യ ഫലക്കറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഉയർപ്പിനെയാണ് കാണിക്കുന്നത്. ആദ്യ ഫലമായിട്ട് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ചാണ്. ശരിക്കും അവരുടെ ആ ഒരു നിഴലായിട്ട് ഇത് നടക്കുന്ന ഒരു ബാർലിയുടെ കൊയ്ത്തിൻ്റെ പെരുന്നാളാണ്. അവരുടെ ഇടയിലെ ഏറ്റവും വലിയ കൃഷിയാണ് ബാർലി കൃഷി എന്ന് പറയുന്നത്. ആ ബാർലിയുടെ കൊയ്ത്തിനെയാണ് ഈ ആദ്യ ഫലക്കറ്റയിൽ കാണിക്കുന്നത്. അതിനുണ്ടാകുന്ന അതിൻ്റെ കറ്റ അങ്ങനെ നിറഞ്ഞ് വിളഞ്ഞു നിൽക്കുമ്പോൾ അതിൽ നിന്നും അതിൻ്റെ ആദ്യ ഫലം അത് കൊയ്തെടുത്തിട്ട് അവരതിനെ ആലയത്തിൽ കൊണ്ടുവരികയും അതിന് പുരോഹിതൻ നീരാജനം ചെയ്യുകയും ചെയ്യും. ആ ആദ്യ ഫലക്കറ്റയെ നീരാജനം ചെയ്യുക എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യ ഫലമായിട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന അതിൽ ആ ഒരു കറ്റയിൽ നിന്നും വലിയൊരു ഹാർവെസ്റ്റ് വരാൻ പോകുന്നു, ഒരു വലിയ കൊയ്ത്ത് വരാൻ പോകുന്നു. കിലോമീറ്ററുകൾ കണക്കിന് ബാർലി പാടങ്ങൾ നിറഞ്ഞ് വിളഞ്ഞ് നിൽക്കുന്നു. ആ ബാർലി കൊയ്യാൻ പാകത്തിന് നിൽക്കുന്നു. അതിനെ കൊയ്ത് കൂട്ടുന്ന ഒരു ദിവസം സമാഗതമാകുന്നു. അതിനെയെല്ലാം കൂടെ ചേർന്നൊരു ഭയങ്കര ഉത്സവം, ഭയങ്കര ഒരു ഹാർവെസ്റ്റ്, അതിനെയെല്ലാം കൊയ്തെടുക്കുന്ന ഒരു ദിവസം വരുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ആദ്യ ഫലമായിട്ട് നിൽക്കുന്നത് കാരണം അവരുടെ എല്ലാം ഉയർപ്പ് വരാൻ പോകുന്നു. അവരെല്ലാം ഇതുപോലെ ഉയർക്കുന്ന ഒരു ദിവസം സമാഗതമാകാൻ പോകുന്നു എന്ന് ആർത്ത് സന്തോഷിച്ച് അവർ ആഘോഷിക്കുന്ന ഒരു ഉത്സവം അത്. കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് കൊരിന്ത്യ ലേഖനത്തിൽ, ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരാത്രി എന്ന് പറഞ്ഞിട്ട് പറയുക. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ആദ്യ ഫലമായിട്ട് തേജസ്സിൻ ശരീരത്തിൽ, അമർത്യമായ ശരീരത്തിൽ ഉയർത്തിരിക്കുക. ആ ആദ്യ ഫലം അവർക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ പൊരുളായിട്ട് അവർ മനസ്സിലാക്കേണ്ടുന്നത് നമുക്കൊരു വലിയ കൊയ്ത്ത് വരാൻ പോകുന്നു, കർത്താവ് രാജാതിരാജാവായിട്ട് വരാൻ പോകുന്നു. ആ വരവിൽ നമ്മുടെ വിശുദ്ധന്മാരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. ഇതാ ആ ക്രൂശിൽ കിടന്ന കള്ളൻ വരെ ചോദിക്കുന്നത്, കർത്താവേ നീ രാജാതിരാജാവായിട്ട് വരുമ്പോൾ എന്നെ കൂടെ ഓർത്തു കൊള്ളണമെന്ന്. അതൊരു വലിയ ഹാർവെസ്റ്റാണ്, ഒരു വലിയ ഉത്സവമാണ്. ആ ഒരു വലിയ ഉയർപ്പിൻ്റെ പെരുന്നാൾ വരാൻ പോവുകയാണ്. അതിനെ നിദാനമായിട്ട്, അതിനനുബന്ധമായിട്ട് ദൈവം അവർക്ക് കൊടുത്തിരുന്ന ഒരു ഉത്സവമാണ് ഈ ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ എന്ന് പറയുന്നത്. അത് ആദ്യത്തെ ആണ്ടിൻ്റെ ആരംഭത്തിൽ അത് നടക്കും. ഇവിടെ ലേവ്യ പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ആണ്ടിൻ്റെ ആദ്യത്തെ മാസത്തിൽ ഈ ഒരു ഉത്സവങ്ങൾ നടക്കും. അത് കഴിഞ്ഞ് ചില മാസങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് വാരോത്സവ പെരുന്നാൾ, അല്ലെന്നുണ്ടെങ്കിൽ പെന്തക്കോസ്റ്റ് പെരുന്നാൾ എന്ന് പറയുന്നൊരു പെരുന്നാൾ വരിക. ഇതാണ് 4ാമത്തെ പെരുന്നാൾ. അതൊരു സ്റ്റാൻഡ് അലോൺ പെരുന്നാളാണ്. ആക്ച്വലി അത് കാണിക്കുന്നത് പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വരുന്നതിനെ കാണിക്കുന്ന ഒരു പെരുന്നാളാണ്. ഈ വാരോത്സവം എന്ന് പറയുന്നത്, ഈ പെന്തക്കോസ്റ്റ് എന്നൊരു പേര് വന്നത് ഈ ബൈബിൾ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ട്. ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതിയത്. പുതിയ നിയമത്തിൽ ഈ പെന്തക്കോസ് എന്ന് പറഞ്ഞിരിക്കുന്നതിനെ പറയാൻ കാരണം അത് ഗ്രീക്കിൽ എഴുതിയതുകൊണ്ടാണ്. അതായത് വാരങ്ങളുടെ ഉത്സവം, അതിനെ 50-ാം നാളിൽ നടക്കുന്ന ഒരു ഉത്സവമാണ്. അതുകൊണ്ടാണ് അതിനെ പെന്തക്കോസ്റ്റ് എന്ന് പേര് വരാനായിട്ട് കാര്യം. പഴയ നിയമത്തിലും ഈ പെന്തക്കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയും പെന്തക്കോസ്റ്റ് എന്നൊരു വാക്ക് നിങ്ങൾക്ക് കാണത്തില്ല. അവിടെ എല്ലാം ഹീബ്രു ഭാഷയിൽ എഴുതിയുകൊണ്ട് അതിനെ വാരോത്സവം തന്നെ എഴുതിയിരിക്കുന്നത്. ഇത് പെന്തക്കോസ്റ്റ് എന്നൊരു വാക്ക് വന്നത് ഗ്രീക്കിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട്, ഗ്രീക്ക് ഭാഷയിൽ എഴുതിയത് കൊണ്ടുമാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ മുതൽ അടുത്ത പെരുന്നാൾ വരെ 49 ദിവസം, അതായത് 7 ആഴ്ചയാണ്. ആ 7 എന്ന് പറയുന്നത് 49. ആ 49 ദിവസം അതിനെയാണ് വാരങ്ങളുടെ ഉത്സവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ദിവസം 50-ാമത്തെ ദിവസം പെന്തക്കോസ്റ്റ് ഡേ.
അന്ന് പരിശുദ്ധ ആത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വരികയും സീനായി മലയിൽ വെച്ച് ദൈവം അവർക്ക് കൽപ്പനകൾ കൊടുക്കുകയൊക്കെ ചെയ്ത ആ ഒരു ദിവസത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ട് അന്നാണ് പരിശുദ്ധ ആത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വരുന്നത്. ആക്ച്വലി അവരുടെ ഇടയിൽ ദൈവം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുന്നു എന്ന് പറയുന്ന ആ ഒരു ദൈവിക കൽപ്പനകളൊക്കെ നടക്കേണ്ടുന്ന സമയമായിരുന്നു. എന്നാൽ അത് നടന്നിട്ടില്ല. ഇനി ദൈവം അവരുടെ ഇടയിൽ എന്താ പറയുന്ന ഒരു കവണന്റ് ചെയ്യുന്ന കാര്യം വരുന്നു, ഒരു പുതിയ നിയമം ചെയ്യുന്ന കാര്യം വരുന്നു. വളരെ സ്പെസിഫിക് ആയിട്ട് യിരെമ്യാ പ്രവചനത്തിലും എബ്രായ ലേഖനത്തിലും ഒക്കെ പറഞ്ഞിരിക്കുക, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും ദ ഹൗസ് ഓഫ് ജൂഡ ആൻഡ് ദ ഹൗസ് ഓഫ് ഇസ്രായേൽ അവരോട് ഞാൻ ഒരു പുതിയ നിയമം ചെയ്യുന്ന കാലം വരുന്നു. അതാ അവരോട് ചെയ്യാൻ പോകുന്ന പുതിയ നിയമം. നമ്മളോട് ഒരു നിയമവും ചെയ്തിട്ടില്ല എന്നൊരു അടിപ്പട സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു നിയമപ്രകാരവും അല്ല നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ടു. ആ ഒരു വിശ്വാസത്താൽ മാത്രം സകല വിലയും കൊടുത്ത് തീർത്തിരിക്കുക. ഈ കൃപാ കാലഘട്ടത്തിൽ അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്ന ഒരു കാലത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ ഈ പെന്തക്കോസ്ത് പെരുന്നാൾ അല്ലെങ്കിൽ വാരോത്സവം എന്ന് പറയുന്നത് അവരുടെ 4ാമത്തെ പെരുന്നാളായിരുന്നു. അതിനുശേഷം അവർക്ക് കൊടുത്തിരിക്കുന്ന 3 പെരുന്നാളുകളുണ്ട്. കാഹള പെരുന്നാൾ, മഹാപാപ പരിഹാര പെരുന്നാൾ, അതുപോലെ തന്നെ കൂടാര പെരുന്നാൾ. ഈ കാഹള പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മിൽ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, ഇത് റാപ്ചറിനെ കുറിച്ചല്ലേ പറയുന്നതെന്ന്. തീർച്ചയായിട്ടും അല്ല. കാര്യം മോശയുടെ കാലത്തോ അല്ലെന്നുണ്ടെങ്കിൽ മോശ ഇത് കൊടുക്കുന്ന കാലത്തോ അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിലോ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന സമയത്തോ യോഹന്നാൻ സ്നാപകനെ അയച്ചപ്പോഴോ 12 അപ്പോസ്തലന്മാരെ അയച്ച് ലോകത്തിൽ സുവിശേഷം അറിയിച്ചപ്പോഴോ ഒന്നും ഈ കാര്യം ദൈവം വ്യക്തമാക്കിയിരുന്നില്ല, വെളിപ്പെടുത്തിയിരുന്നില്ല. അത് ദൈവം മറച്ചു വെച്ചിരുന്ന ഒരു പദ്ധതിയായി റാപ്ചർ എന്നും ഈ സഭ അല്ലെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ദൈവിക പദ്ധതി, അതിൻ്റെ പ്രോഡക്റ്റിനെ ദൈവം ചേർക്കുന്ന ഒരു ഈവൻ്റാണ് റാപ്ചർ എന്ന് പറയുന്നത്. അത് മോശയ്ക്ക് അറിയത്തില്ല, അബ്രഹാമിന് അറിയത്തില്ല, ദാവീദിനോ യിരെമ്യാവിനോ യെശയ്യാവിനോ ഇവിടെ ഒരു മനുഷ്യർക്കും അറിയത്തില്ല. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. കൊലോസി ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഇതൊരു ദൈവിക പദ്ധതിയായിരുന്നു. അത് ഇവിടെ ഇവർക്ക് ഈ പെരുന്നാളുകളെല്ലാം കൊടുക്കുമ്പോൾ കാഹള പെരുന്നാൾ കൊടുക്കുന്നത് റാപ്ചറിന് വേണ്ടിയിട്ടല്ല. റാപ്ചറിൽ കാഹള പെരുന്നാൾ ഉള്ളതുപോലെ തന്നെ കർത്താവിൻ്റെ 2ാം വരവിലും ഭയങ്കര കാഹളം ധ്വനിക്കുന്നത് നമുക്ക് കേൾക്കാം. ആ കാഹള ധ്വനിയോടുകൂടി അവൻ വരും. അത് കർത്താവ് സീനായി മലയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ആ കാഹള ധ്വനി ഉണ്ടായിരുന്നു. ആ കാഹളത്തിൻ്റെ ധ്വനി അവർക്ക് കേട്ടിട്ട് അവർക്ക് പേടിച്ചിട്ട് അവർക്ക് നിൽക്കാൻ വയ്യ. ദൈവം സീനായി മലയിലേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു രംഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവിടെയും ഈ കാഹള ധ്വനിയുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവിനോട് അവർ ചോദിക്കുന്നുണ്ടല്ലോ, നിന്റെ വരവിനും ലോകാവസാനത്തിനും ലക്ഷണങ്ങൾ എന്താണെന്ന്. ആ 24-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയും, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും. 29-ാമത്തെ വാക്യമാണ്. ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ഒരു ഭയങ്കര സംഭവം നടക്കുക. എന്നാൽ അടുത്ത വാക്യം 30-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടുകൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. കണ്ടില്ലയോ? ഇത് മഹാകാഹള ധ്വനിയോടുകൂടി കർത്താവിൻ്റെ സകല ദൂതന്മാരോടും കൂടി ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വരവാണ്. ഈ കാഹളത്തെയാണ് ഈ കാഹള പെരുന്നാൾ പ്രതിനിധീകരിക്കുന്നത്. ഇത് റാപ്ചറിനെ അല്ല. റാപ്ചറിനെ കുറിച്ച് കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞിട്ടില്ല. അത് പറയാൻ വേണ്ടിയിട്ടും കൃപായുഗം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടും ദൈവം സെലക്ട് ചെയ്ത് അപ്പോയിന്റ് ചെയ്ത ഒരു അപ്പോസ്തലനാണ് പോൾ. ആ പോളിനോട് പറയുക, ആ പോളിലൂടെ നമ്മളെ വെളിപ്പെടുത്തുക. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. കാഹളം ധ്വനിക്കുമ്പോൾ നാം ഇവിടെ നിന്ന് രൂപാന്തരപ്പെടും. ഒരു വലിയ സത്യം ദൈവം പോളിൽ കൂടെ വെളിപ്പെടുത്തുക. ആ മർമ്മം ഇപ്പോൾ തൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല.
ഇതൊരു കംപ്ലീറ്റ് മിസ്റ്ററി ആയിരുന്നു. അതല്ല നാം ഈ കാണുന്ന കാഹള പെരുന്നാൾ. ഈ കാഹള പെരുന്നാൾ എന്ന് പറയുന്നത് കർത്താവ് രാജാതിരാജാവായിട്ട് അവരുടെ ഇടയിലേക്ക് വരുന്നതിനെ കുറിച്ച്, അതിനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ബാക്കി പെരുന്നാളുകൾ 3 ഇരിക്കുന്നത്. അതായത് മഹാപാപ പരിഹാര പെരുന്നാളും കൂടാര പെരുന്നാളും ഒക്കെ ഇരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അവസാനത്തെ 3 പെരുന്നാളിലെ പ്രാരംഭ പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു റിലീജിയസ് കലണ്ടർ തന്നെ ഉണ്ട്. ആ റിലീജിയസ് കലണ്ടറിലെ സേക്രഡ് ഡേയ്സ്, ഹോളി ഡേയ്സ്, ഫെസ്റ്റീവ് ഡേയ്സ്, ഇതെല്ലാം അതിനെ മാർക്ക് ചെയ്ത അവരുടെ ജീവിതം മുഴുവൻ ഇരിക്കുന്നതും ഈ ഉത്സവങ്ങളെ ചുറ്റിപ്പറ്റിയ. ആണ്ടിലെ 7 ഉത്സവങ്ങൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം ഒരു 10-18 ഉത്സവങ്ങളുണ്ട് ഇപ്പോഴത്തെ കാലത്തെ യഹൂദനെ നോക്കിക്കഴിഞ്ഞാൽ. കാര്യം അവർക്ക് യെരുശലേം ദേവാലയം പണിതതിനെക്കുറിച്ചും അതിന് 2ാമത്തെ ദേവാലയം പണിതതിനെക്കുറിച്ചും മിഷ്ന കിട്ടിയതിനെക്കുറിച്ചും ഒക്കെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനോട് അവരിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. 10-18 ഉത്സവങ്ങൾ അവരിപ്പോൾ ആചരിക്കാറുണ്ട്. എന്നാൽ ഈ 7 ഉത്സവങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ കൂടെ ചില അഡീഷണലുകളൂടെയൊക്കെ ഇട്ടിട്ടുണ്ട്. ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്നത് ഈ 7 ഉത്സവങ്ങളാണ്. ഇതിലെ കാഹള പെരുന്നാൾ അതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാജാതിരാജാവായിട്ട് മശിഹ അവരുടെ ഇടയിലേക്ക് വരുന്നത്. ഇത് ഏദൻ തോട്ടം മുതലേ ദൈവം പ്രോമിസ് ചെയ്തിരിക്കുന്ന വാഗ്ദത്തമാണ്. അത് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നതിനെ കുറിച്ചാണ്. അത് എത്ര നാളത്തേക്ക് ഇവിടെ ഭരിക്കാനാണെന്നൊന്നും അവർക്ക് അറിയത്തില്ല. അതൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. മലാക്കിക്ക് ശേഷമുള്ള പുസ്തകങ്ങളൊന്നും അവർ വിശ്വസിക്കാത്തത് കാരണം അതിൻ്റെ ഒരു ക്ലാരിറ്റി അവർക്ക് ലഭിച്ചിട്ടില്ല. നമുക്കതിനെക്കാട്ടിൽ വ്യക്തതയുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് ഈ കാര്യങ്ങൾ മലാക്കിക്ക് ശേഷം ലഭിച്ചിരിക്കുന്ന മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തതയുണ്ട്. കർത്താവ് ഭൂമിയിലേക്ക് വരുന്ന 1000 ആണ്ടിലെ വാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്കറിയാം. അവർക്കത് അറിയത്തില്ല. അവരുടെ വിചാരം കർത്താവ് വരുന്നത് എന്നേക്കുമായിട്ട് അവരോടൊപ്പം വാഴുവാൻ വേണ്ടിയിട്ട്, ഓഫ് കോഴ്സ് എന്നേക്കും വാഴുവാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനൊരു 1000 ആണ്ട് വാഴ്ച ഈ ലോകത്തിലുണ്ട്. അതിനുശേഷമാണ് ആ നിത്യമായ ഭവനം സ്വർഗത്തിൽ നിന്നും മണവാട്ടിയെ പോലെ അലങ്കരിച്ച ഭവനം ഇറങ്ങി വരുന്നതും പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒക്കെ സൃഷ്ടിക്കുന്നത്. ഇവരത് പഠിച്ചിട്ടില്ലാത്ത കാരണവും അത് അംഗീകരിച്ചിട്ടില്ലാത്ത കാരണവും ആ കാര്യത്തിൽ അവർക്ക് വ്യക്തതയില്ല. എന്നിരുന്നാലും അവർ കർത്താവ് രാജാതിരാജാവായിട്ട് വരും എന്ന് വിശ്വസിച്ചിരിക്കുന്നു. ആ കർത്താവ് എപ്പോൾ വരും എന്നാണ് അവരിങ്ങനെ നോക്കിയിരിക്കുന്നത്. ഇതാ നഥനയേലിനോടൊക്കെ കർത്താവ് പറഞ്ഞത്, നീ അത്തിയുടെ കീഴിലിരുന്നപ്പോഴേ നിന്നെ ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞത്. പ്രവാചക പുസ്തകങ്ങളിൽ വായിച്ചു നോക്കുക, എന്ന് മശിഹ വരും, എന്ന് നമ്മളൊക്കെ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി തരും. റബ്ബിമാരും പ്രവാചകന്മാരും ഒക്കെ ചേർന്നിരുന്ന് ചിന്തിക്കുന്നതും പഠിക്കുന്നതും ഇതാണ്. അതാ ഈ കാഹള പെരുന്നാൾ. ആ കാഹളം ധ്വനിക്കുകയും കർത്താവ് രാജാവായിട്ട് ലോകത്തിലേക്ക് വരികയും ചെയ്യും. മഹാപാപ പരിഹാര പെരുന്നാൾ. അതിനുശേഷമാണ് അവരുടെ പാപം പരിഹരിക്കുന്ന ഇസ്രായേൽ ആസ് എ നേഷൻ. അവരുടെ എന്താ പറയുന്നത്, ഗാഡ് വിൽ ഫോർഗീവ് ദെയർ സിൻസ്. ഒരു രാഷ്ട്രമായിട്ട് അവരുടെ പാപം മോചിച്ചു കൊടുക്കുകയും, ഇപ്പോഴെന്ന് പറഞ്ഞാൽ റെമിഷൻ ഓഫ് സിൻസ് ആണ്. അവരുടെ പാപങ്ങൾക്കൊരു റെമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിനെ മായ്ച്ചു കളയല്ല, അതിനെ റെമിറ്റ് ചെയ്യുക, അതിനെ റെമിഷൻ നടത്തുക. ഈ ക്യാൻസറിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേന് അതിനെ മുഴുവനായിട്ട് വേരോട് പിഴുത് കളയല്ല, അതിന് ഒരു റെമിഷൻ സ്റ്റേജ് എന്നാണ് പറയുന്നത്. അതായത് അതിനെ എന്താ പറയുന്നത്, മായ്ച്ചു കളയുക എന്ന് പറയും. പക്ഷെ അതിനെ പൂർണ്ണമായിട്ട് ദൈവം ഇല്ലാതാക്കുന്ന, അവരിൽ നിന്ന് പാപം കംപ്ലീറ്റായിട്ട് നീക്കിക്കളയുന്ന, ആസ് എ നേഷൻ അവരുടെ പാപങ്ങൾ നീക്കിക്കളയുന്ന കർത്താവിൻ്റെ 2ാം വരവിലാണ്. അതിനെയാണ് മഹാപാപ പരിഹാര പെരുന്നാളായിട്ട് അവർ ആഘോഷിക്കുന്നത്. അതിനെയാണ് ഈ യോം കിപ്പൂർ എന്ന് പറയുന്ന ആ ഒരു പെരുന്നാൾ. ഹല്ലേലൂയ. അതിനുശേഷം നടക്കേണ്ടുന്ന പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. ജനം കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ സൂക്കോത്തിൽ താഴ്വരയിൽ അവർ പാളയമടിക്കുകയും അവർ പാളയമിറങ്ങുമ്പോൾ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ വസിച്ചിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കൂടാര പെരുന്നാൾ. ഇത് അർത്ഥമാക്കുന്നത് 1000 ആണ്ട് വാഴ്ചയിൽ ദൈവത്തോടൊപ്പം അവർ ഈ ലോകത്തിൽ വാഴുന്നതിനെയാണ് കാണിക്കുന്നത്. കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിനെ നോക്കി പാർത്തുകൊണ്ട് അവർ ഈ ലോകത്തിൽ വാഴുന്നതിനെയാണ് കാണിക്കുന്നത്. അതിനെയാണ് കൂടാര പെരുന്നാൾ. അതിനെ അന്വർത്ഥമാക്കുന്നതാണ് ആ കൂടാര പെരുന്നാൾ. പക്ഷേ ഈ കാര്യങ്ങളുടെയൊക്കെ ഒരു പൊരുള് അവർ വാസ്തവമായിട്ട് എത്രമാത്രം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. ഹല്ലേലൂയ. നമുക്ക് അവരെക്കാൾ ഉപരി ഈ വിഷയങ്ങളെ പഠിക്കുവാൻ, ദൈവം മനസ്സിലാക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഉത്സവങ്ങളെല്ലാം കൊടുത്തിരുന്നത് അവരെ ഈ ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി ഒരുക്കുവാനും, ജാതികളിൽ നിന്ന് വേർപെട്ടവരായി ദൈവം വിളിച്ച് വേർതിരിച്ച യഹോവ ദൈവമായി, വിശുദ്ധ ജാതിയായി, അവൻ അവകാശമായ ജനമായി ദൈവം വരെ വിളിച്ച് വേർതിരിച്ചിരിക്കുക. നമുക്കതിലൊരു പങ്കില്ല. നിങ്ങൾ അതിൽ കയറി പങ്ക് പറ്റാൻ പാടില്ല, പറ്റത്തില്ല. അത് അവരുടെ അനുഗ്രഹമാണ്.
ദൈവം വിളിച്ച് വേർതിരിച്ചിരുന്ന ഒരു ദൈവിക ജനമാണ്. നമുക്ക് അനുഗ്രഹം ഇല്ലേ എന്നല്ല, തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹമുണ്ട്. ഈക്വൽ അനുഗ്രഹമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇൻഫാക്റ്റ് അതിലും ബെറ്ററാണ് നമ്മുടെ അനുഗ്രഹം. നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശമാണ്, ജോയിൻ ഹെയർസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിനോടൊപ്പം നാം സ്വർഗത്തിലായിരിക്കും. നമ്മുടെ സ്ഥലം വേറെയാണെന്നേ ഉള്ളൂ. നാം സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാ, നിത്യം സ്വർഗത്തിൽ വസിക്കാനുള്ളവരാ. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ അനുസരിച്ച് ശോധനയിലൂടെ കടന്നുപോയി മരണപര്യന്തം വിശ്വസ്തരായി നിന്ന് കൽപ്പനകളിൽ മുഴുവനും കാര്യങ്ങളും അനുസരിച്ചൊക്കെയാണ് അവർക്ക് ആ രക്ഷ ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്കിന്ന് ലഭിക്കുന്നത് ഒരു കാര്യത്തിലുമല്ല. കർത്താവ് സകലതും നിവർത്തിച്ചിരിക്കുന്നതിൽ ആഴമായ വിശ്വാസവും സമർപ്പണവും. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ വിശ്വസിച്ചതുപോലെ ഉള്ളൊരു വിശ്വാസമാണ് നമുക്ക് വേണ്ടുന്നത്. പൗലോസ് അപ്പോസ്തലനെ ആരാധിക്കുകയോ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നല്ല. അദ്ദേഹം എന്നെക്കാട്ടിലും ഒരു പ്രത്യേകത ഉള്ളത്, നിങ്ങളിൽ ഒരാളെക്കാട്ടിലും ഒരു പ്രത്യേകതയുള്ള ആളല്ല പോളിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. പ്ലീസ് ഡോണ്ട് ഗെറ്റ് മീ റോങ്. അദ്ദേഹത്തിൽ കൂടാണ് ആ പദ്ധതി നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇസ്രായേൽ ജനം മോശയെ ആരാധിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞതുപോലെ മോശയിൽ കൂടിയാണ് കൽപ്പന അവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് മോശയെ അവർ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അതിൻ്റെ അർത്ഥം മോശയുടെ മുമ്പിൽ അവർ കുമ്പിടുന്നു എന്നല്ല. പോളിൽ കൂടെയാണ് ഈ കാര്യം നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പോളിനെ സ്നേഹിക്കുന്നു. പോളിൽ കൂടെ വെളിപ്പെടുത്തുന്ന 13 ലേഖനങ്ങളിൽ കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കണം. ഇതിലെ ഒരെണ്ണം പോലും നമ്മളോട് പറഞ്ഞിട്ടുള്ള ഉപദേശമല്ല. നമുക്ക് അതിനുള്ള യോഗ്യതയുമില്ല. അവർ രാജകീയ പുരോഹിത വർഗമാണ്. അവരൊരു ദൈവത്താൽ വിളിച്ച് വേർതിരിച്ചിരിക്കപ്പെടുന്ന ദൈവജനമാണ്. അവരുടെ രക്ഷാപദ്ധതിയുടെ 7 മൈൽ സ്റ്റോണുകളായിട്ടാണ് ഈ 7 പെരുന്നാളുകളും ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നിഴലായിട്ട് അവർക്ക് ലഭിച്ചുവെങ്കിലും പൊരുളായിട്ട് ഇതെല്ലാം ഈ കാലഘട്ടങ്ങളിൽ നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. ചരിത്രത്തിൽ 4 നിവൃത്തിയായി കഴിഞ്ഞു. പെസഹ കഴിഞ്ഞു, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞു, ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ കഴിഞ്ഞു, പെന്തക്കോസ്റ്റ് പെരുന്നാൾ കഴിഞ്ഞു. ഇനിയും ഉള്ളത് കാഹള പെരുന്നാളാണ്. കാഹളം ധ്വനിക്കുന്ന ഒരു നാൾ വരുന്നുവെന്ന് അവർ കാത്തിരിക്കുക. നമ്മളും കാഹളത്തിന് വേണ്ടി കാത്തിരിക്കുക. പക്ഷെ നമ്മുടെ കാഹളമല്ല ഈ പറഞ്ഞിരിക്കുന്ന കാഹളം. നമുക്ക് വേണ്ടി പറഞ്ഞിരുന്ന കാര്യം മറഞ്ഞിരുന്ന ഒരു മർമ്മമാണ്. പ്ലീസ്, ഇത് ദൈവം സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അതിന് കാഹളം ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ കാഹളപ്പെരുന്നാൾ അല്ല നമ്മൾ കാത്തിരിക്കുന്ന കാഹളപ്പെരുന്നാൾ. നമ്മൾ കാത്തിരിക്കുന്നത് കർത്താവിൻ്റെ കാഹളം ഏത് സമയത്തും മധ്യാകാശത്തിൽ ധ്വനിക്കും. നാം അന്ന് ഇവിടുന്ന് നൊടിയിടയിൽ ഇവിടുന്ന് ചേർക്കപ്പെടും. കണ്ണുമിക്കുന്നതിനിടയിൽ നമ്മൾ അവിടെ ചെല്ലും. ഹല്ലേലൂയ. നാം ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലം തന്ന് നമ്മെ ആശ്ലേഷിച്ച് വാനമേഘങ്ങളിൽ മധ്യാകാശത്തിലെ സംഗമം, അതാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ദിനം. അങ്ങനെ ഈ ലോകത്തിൽ നമ്മൾ ഒരു ദിവസം, ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ചേർക്കപ്പെടും. പുതിയ പുലരി വിരിയും. നാം അന്ന് ഇവിടുന്ന് ചേർക്കപ്പെടും. നാം പോയതിന് ശേഷം ദൈവം അവരെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തും. ആ 7 സംവത്സരവും 7 വർഷത്തെ പീഡനകാലത്തിൽ കൂടെയൊക്കെ അവർ കടന്നു പോകും. ദൈവം അവരെ ശോധന ചെയ്ത് അവരിൽ നിന്ന് ശുദ്ധീകരിച്ച് പതിരും കതിരും ഒക്കെ വേർതിരിക്കും. വീശുമുറം കയ്യിലുള്ളവൻ വരും. അവരുടെ എല്ലാത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. വെട്ടി തീയിലിട്ട് ചുട്ടുകളയും എന്ന് പറയുന്ന കാലഘട്ടത്തിൽ കൂടെയൊക്കെ അവർ കടന്നു പോകും. അന്നൊക്കെ നമ്മൾ രക്ഷിക്കപ്പെടാമെന്ന് വിചാരിക്കല്ല. നിങ്ങളുടെ കാലം കഴിഞ്ഞു. ഇതാ സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഈ സമയത്ത് രക്ഷിക്കപ്പെടാതെ ഞങ്ങൾ അന്ന് രക്ഷിക്കപ്പെടാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിത്യ നരകാഗ്നിയിലേക്ക് പോകുന്നത് നിങ്ങൾ ചോദിച്ചു വാങ്ങുകയാണ്. ഇന്ന് ട്രാജഡി എന്ന് പറയുന്നത് കർത്താവ് ഫ്രീ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്താൽ കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതിയായി ഈ അവഗണിക്കുന്നത്. അത് ഈ കാര്യങ്ങൾ മനസ്സിലാകാതെ പാരമ്പര്യത്തിൽ, ആവശ്യമില്ലാത്ത പിതൃ സമ്പ്രദായങ്ങളിൽ, ആവശ്യമില്ലാത്ത ഓരോരോ നിയമങ്ങളിലും കെട്ടുപാടുകളിലും ബൈബിൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ആവശ്യമില്ലാത്ത മുൻവിധികൾ വിട്ടിട്ട് ഇതിനെ വായിച്ചാൽ മനസ്സിലാക്കുവാൻ, ഇതിനെ അംഗീകരിക്കുവാൻ, പുരുഷത്വം കാണിക്കാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. ദൈവവചനത്തിൽ പറയുന്ന പോലെ തന്നെ, പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്ന പോലെ തന്നെ, ഉലകം തലകീഴായിട്ട് മറിഞ്ഞാലും ആകാശം കത്തി അഴിഞ്ഞു പോയെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ വചനം അത് മാറ്റം വരത്തില്ല. നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന ആ ദൈവിക പദ്ധതികൾ അണുവിട വ്യത്യാസം വരാതെ കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട്, ഹല്ലേലൂയ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തരായിരിക്കാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. ഈ എപ്പിസോഡിൽ കൂടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ജുഡായിസവും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ളൊരു വ്യത്യാസം ഒന്ന് മനസ്സിലായെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാം വലിയ താല്പര്യമാണ്, യഹൂദന്മാരുടെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മൾ ഇസ്രായേലുമായിട്ട് എന്തോ കണക്ഷൻ നമുക്കുണ്ട് എന്ന് അഭിമാനിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം.
ആ പേരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ദേശവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംഗതി വന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1000-10,000 ആൾക്കാർ അത് ലൈവിൽ വാച്ച് ചെയ്യുന്ന കാണാം. എന്താ അവരുമായിട്ട് ഇത്ര ഭയങ്കര ഒരു കണക്ഷൻ, അത്ര ഒരു അറ്റാച്ച്മെന്റിൽ നമ്മളായിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അവിടെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഒരു പേരിൽ ഒരു ടൈറ്റിൽ ഇട്ടാൽ പോലെ തന്നെ ഒരു 10,000 പേര് വന്ന് കണ്ടേച്ചു പോകും. അത്രയ്ക്കൊരു അറ്റാച്ച്മെന്റ് ആ ദേശവുമായിട്ടുണ്ടായിരിക്കുക. അവരുടെ പദ്ധതി വേറെയാ, നിങ്ങളുടെ പദ്ധതി വേറെയാ. യഹൂദന്മാർ വേറെയാ, ക്രിസ്ത്യാനി വേറെയാ. നമ്മുടെ വിളി വേറെയാ, തെരഞ്ഞെടുപ്പ് വേറെയാ, നമ്മുടെ ഡെസ്റ്റിനേഷൻ വേറെയാ, നമ്മുടെ ദൈവിക അനുഗ്രഹങ്ങൾ വേറെയാ. ഇത് അതുമായിട്ട് കൂടിക്കലർന്നിട്ട് അവർ വിട്ടേച്ചു പോയി, അവരെ ദൈവം വിട്ടുകളഞ്ഞു, അത് നമുക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റിനകത്തിൽ കുരുങ്ങിപ്പോകല്ലോ. അവരുടെ പദ്ധതി ദൈവം അവരോട് ചെയ്ത പദ്ധതിയാണ്. ദൈവം അവർക്ക് വളരെ പ്രിസൈസ് ആയിട്ട് ഈ കാര്യങ്ങൾ 7 ഉത്സവങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന കണ്ടില്ല. ഇതിൽ 4 നിറവേറിയിട്ടുള്ളൂ, അടുത്ത 3 നിറവേറാൻ കിടക്കുക. ഇത് നിങ്ങളുമായിട്ടൊരു ബന്ധമുള്ളതല്ല. നമ്മുടെ വിളി കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന കാൽവറിയിലൂടെ നിവർത്തിച്ച രക്ഷാ പദ്ധതിയും വാനമേഘങ്ങളിൽ കർത്താവ് നമ്മളെ ചേർക്കുന്നത് നാം സ്വർഗത്തിലേക്ക് പോയി നിത്യം സ്വർഗത്തിൽ വസിക്കുന്ന പദ്ധതിയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുന്നു, മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കും, ഒത്തിരി കൺവിൻസിങ് ആയിട്ടുള്ള സംഭവങ്ങൾ കേൾക്കും. അവിടുത്തെ കാര്യങ്ങളെല്ലാം എടുത്ത് ഇപ്പുറത്തിട്ടിട്ട് ഇവിടെ കുഴച്ചിട്ട് നിങ്ങൾക്ക് ഒരു സംഗതി ലഡു മാതിരി ഉണ്ടാക്കിത്തരും. ഇത് കാണുമ്പോൾ ഇതിനൊന്ന് വിവേചിച്ച് മനസ്സിലാക്കുവാൻ അവർക്കോ തലയ്ക്ക് വെളിവില്ലാതെ പോയിരിക്കുക, ഈ ക്ഷുദ്രത്തിൽ മുങ്ങിക്കിടക്കുക. പോൾ പറയുന്ന മാതിരി ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയി പോയെന്ന് പറയുന്ന രീതിയിലായി പോയിരിക്കുക. ആ കുഴച്ചു തരുന്ന ലഡുവിനെ നിങ്ങൾ അതുപോലെ വാങ്ങി വിഴുങ്ങാതെ ഈ സത്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കുവാൻ. സോറി, ഞാൻ അങ്ങനെയൊക്കെ പറയുന്നതിൽ ഈ ഒരു സത്യമൊന്ന് മനസ്സിലാക്കാൻ, റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് സ്റ്റഡി ടു ഷോ തൈസെൽഫ് അപ്രൂവ്ഡ് അൺടു ഗോഡ്. കർത്താവ് നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. ഈ 7 ഉത്സവങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ദൈവിക പദ്ധതിയാണ്, ദൈവം അവരുമായിട്ടുള്ള കൽപ്പനയും നിയമവുമാണ്. അതിലെ 7 മൈൽ സ്റ്റോണുകളാണ്. അതിലെ 4 മൈൽ സ്റ്റോണുകൾ ഓൾറെഡി നിറവേറി കഴിഞ്ഞു, അടുത്ത 3 ഇനി അവരുടെ ഇടയിൽ നിറവേറാൻ കിടക്കുന്നു. അത് തീർച്ചയായിട്ടും ദൈവം അവരുമായിട്ട് ചെയ്ത കൽപ്പനയും അത് ദൈവം നിറവേറ്റും. അത് നിങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല. നമ്മുടെ പദ്ധതി വേറെയാണെന്ന് ഇതിൽ കൂടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഹൃദയ കണ്ണുകളെ ദൈവം തുറക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനേക കോടികളെ ഈ സത്യം അറിയിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുന്നതാണ്.